ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഫ്ലൂസ് വിസയെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ ഈ ചാനൽ ആദ്യമേ മുതലേ ഫോളോ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം അറിയാൻ പറ്റും. സെപ്റ്റംബർ ഒക്ടോബർ മാസം തൊട്ട് തന്നെ 2025 ഫ്ലൂസ് വിസയെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സ് നമ്മൾ ഓൾറെഡി ചെയ്തു തുടങ്ങിയതാണ്. അപ്പോൾ ഈ ചെയ്ത വീഡിയോയിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഒരുപാട് പേര് ഈ ഒരു ഓപ്പർച്യൂണിറ്റിക്കായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു. ഒരുപാട് പേര് ഇതിൻ്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും അതിൻ്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ചിലർക്കൊക്കെ നമ്മൾ പേഴ്സണലി ഒരു എംപ്ലോയർ കണ്ടുപിടിക്കുന്ന കാര്യത്തിലും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന കാര്യത്തിലും മറ്റു പല കാര്യത്തിനും നമ്മൾ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരി 12 തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു ടെൻഷൻ അങ്ങ് മാറിക്കിട്ടി. പക്ഷേങ്കിൽ ഇപ്പോൾ നമ്മളെല്ലാവരുടെയും ടെൻഷൻ എന്ന് പറയുന്നത് അതിൻ്റെ റിസൾട്ടിനെ പറ്റിയാണ്. നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു ടെൻഷനാണ്. എൻ്റെ അവസാനത്തെ വീഡിയോയിൽ, അതായത് ഫ്ലൂസി വിസയുടെ റിസൾട്ടിൻ്റെ അപ്ഡേഷനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്തവണ ഗവൺമെൻറ് പ്രീ ഫില്ലിംഗ് കൊണ്ടുവന്നു, അത് ക്രോസ് ചെക്ക് ചെയ്തു, അതിൽ കുറേ റിജക്ഷൻസ് വന്നു, അങ്ങനെ ഉണ്ടായിരുന്ന വേക്കൻസി മുഴുവൻ ഫില്ലായിട്ടില്ല, ഇനിയും ഒരുപാട് വേക്കൻസികൾ ഫില്ലാകാനായിട്ടുണ്ട് എന്നുള്ള കാര്യം ജസ്റ്റ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ ഒരുപാട് പേര് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് ചോദിച്ചൊരു കാര്യമാണ്, ഇനിയും നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ, ഇനിയും നമുക്ക് വേക്കൻസികൾ ഉണ്ടോ, ഇനി എന്നാണ് അടുത്ത ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയുള്ള സംശയങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഗവൺമെന്റ് തന്നെ ഇതിനെക്കുറിച്ചുള്ള ഒരു അപ്ഡേഷൻ തന്നിട്ടുണ്ട്. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് 18-ാം തീയതിയാണ്. 17-ാം തീയതി വൈകുന്നേരം തന്നെ ഗവൺമെന്റ് ഇതിനെക്കുറിച്ചുള്ള ഒരു അപ്ഡേഷൻ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇതിനെക്കുറിച്ചാണ്. സോ വെൽക്കം ബാക്ക്. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ചെറിയൊരു കാര്യം നിങ്ങളെ റിമൈൻഡ് ചെയ്യുകയും റിക്വസ്റ്റ് ചെയ്യുകയും കൂടിയാണ്. നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന ഭൂരിഭാഗം പേരും അത് സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോവുകയാണ്. സോ ഇഫ് യു ഡോണ്ട് മൈൻഡ്, നമ്മളെടുക്കുന്ന ഒരു ചെറിയ സാക്രിഫൈസ് ഇൻ റിട്ടേൺ എന്ന രീതിയിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യവും മറക്കാതിരിക്കുക. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. 2025 ഫ്ലൂസ് വിസയിൽ ഇനിയും ഒരുപാട് വേക്കൻസികൾ അവൈലബിൾ ആണ് എന്ന് ഒഫീഷ്യലി ഗവൺമെൻറ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ഇനിയും അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. ക്ലിക്ക് ഡേയ്സിൽ പങ്കെടുക്കാൻ പറ്റാത്തവർക്കും ഓൾറെഡി ആപ്ലിക്കേഷനൊക്കെ പ്രീ ഫില്ല് ചെയ്ത് വെച്ചവർക്കും അതുപോലെ തന്നെ നമ്മുടെ പ്രീ ഫില്ലിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തവർക്കും പുതിയതായിട്ട് ആർക്കെങ്കിലും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ഇതിനുള്ള അവസരമുണ്ട്. ഒരു എംപ്ലോയറെ കണ്ടുപിടിക്കുക, സിംഗിൾ ഡെസ്ക് വഴി നിങ്ങൾക്ക് ആപ്ലിക്കേഷനുകൾ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. സീസണൽ വർക്കേഴ്സിന്റെയും നോൺ സീസണൽ വർക്കേഴ്സിന്റെയും വേക്കൻസികളാണ് കൂടുതലും അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഫെബ്രുവരി 7-ാം തീയതിയിലത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഹെൽത്ത് കെയർ സെക്ടറിലേക്കുള്ളതായിരുന്നു, കെയർ ഹോം സെക്ടറിലേക്കുള്ള വേക്കൻസികളായിരുന്നു അന്ന് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എങ്കിൽ അന്ന് ചില സസ്പീഷൻസ് കാരണം ഒരുപാട് ആപ്ലിക്കേഷൻസ് ഡയറക്റ്റ് ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ആ ഒരു പ്രശ്നങ്ങൾ കാരണം ഒരുപാട് അറസ്റ്റുകൾ ഉണ്ടായിരുന്നു, ഒരുപാട് ആപ്ലിക്കേഷൻസ് റിജക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഫീൽഡിലേക്കും ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ എങ്കിൽ ഓർത്തിരിക്കുക, ആ ഒരു ഫീൽഡിലേക്ക് വളരെ ലിമിറ്റഡ് വേക്കൻസികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിലേക്ക് സബ്മിറ്റ് ചെയ്ത് സമയം കളയുന്നതിലും ബെറ്റർ സീസണൽ വർക്കേഴ്സിനോ നോൺ സീസണൽ വർക്കേഴ്സിനോ നോക്കുന്നതായിരിക്കും കുറെ കൂടി നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഇറ്റലിയിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്, ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യം നിങ്ങളുടെ സ്വപ്നമാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ബിക്കോസ് ഗവൺമെൻറ് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുണ്ട് വേക്കൻസികൾ അവൈലബിൾ ആണ്. എത്രത്തോളം വേക്കൻസികൾ ഉണ്ട് എന്നുള്ളത് ഇതുവരെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. എന്നിരുന്നാലും വേക്കൻസികൾ അവൈലബിൾ ആണ്. ക്വാളിഫിക്കേഷൻ ഒന്നും ആവശ്യമില്ല, നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഇനി എങ്ങനെ ഒരു എംപ്ലോയറെ കണ്ടുപിടിക്കണം എന്നുള്ള കാര്യം നിങ്ങൾ സംശയമാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള വീഡിയോസ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതൊന്ന് കയറി നോക്കുക. ഒരു എംപ്ലോയറെ കണ്ടുപിടിക്കുക, എത്രയും പെട്ടെന്ന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. അപ്പോൾ ഈ ഒരു സമയ പീരീഡിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത ആർക്കെങ്കിലും റിസൾട്ടിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ പോസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കൺഫർമേഷൻ മെയിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് DM ചെയ്യുക. അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സ് കൂടുതൽ ഒന്നറിയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, ഇനിയും വേക്കൻസികളുണ്ട്, താല്പര്യമുള്ളവരൊക്കെ അതിനൊന്ന് അപ്ലൈ ചെയ്യുക. ഫ്ലൂസ് വിസയെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും നമ്മൾ കാണുന്നതായിരിക്കും. അതുവരെ സീ യു സൂൺ.